ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പിയാണ്. അടുപ്പി തീ പോലും കത്തിക്കാതെ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാം. ഇതുണ്ടെങ്കിൽ വേറൊരു കറിയുടെ ആവശ്യമില്ല, ഒരു പാത്രം ചോറ് നമുക്ക് കഴിക്കാം. അത്രയ്ക്ക് അടിപൊളി റെസിപ്പിയാണ്. അതിനായിട്ട് നമുക്കൊരു നല്ല പഴുത്ത മാങ്ങയും ഒരു സവാളയാണ് ആവശ്യം. ഇനി ഇതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു സവാളയും നല്ല പുളിയൊക്കെ ഉള്ള ഒരു പഴുത്ത മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് സവാള നല്ലപോലെ തൊലിയൊക്കെ കളഞ്ഞ് റെഡിയാക്കി എടുക്കുക. എന്നിട്ട് പഴുത്ത മാങ്ങ തൊലിയൊക്കെ നല്ലപോലെ ചെത്തി ക്ലീൻ ചെയ്തെടുത്തിട്ട് ഇതെല്ലാം നല്ലപോലെ ഒന്ന് അരിഞ്ഞെടുക്കണം. മാങ്ങ നല്ലപോലെ അരിഞ്ഞെടുക്കണമെന്നില്ല, ഉടച്ചെടുത്താലും മതി. ഞാൻ പിന്നെ ജസ്റ്റ് ഒന്ന് അരിഞ്ഞ് ഒന്ന് ഉടച്ചെടുക്കുന്നതേ ഉള്ളൂ. പിന്നെ സവാളയൊക്കെ നല്ലപോലെ കനം കുറച്ച് ചീകി അരിഞ്ഞെടുക്കണം. കട്ടിംഗ് ബോർഡ് ഒന്നും വെച്ച് അരിയാൻ എനിക്ക് അറിയില്ല. എനിക്കിങ്ങനെ കൈകൊണ്ട് അരിയുന്നതാണ് എളുപ്പം, അതുകൊണ്ടാണ് ഇങ്ങനെ അരിയുന്നത്. എന്നിട്ട് ഇതൊരു പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ ഉറപ്പായിട്ട് വീണ്ടും വീണ്ടും ഉണ്ടാക്കും. അത്രയ്ക്ക് അടിപൊളി റെസിപ്പിയാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കൊച്ചു കുട്ടികൾക്ക് പോലും ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നൊരു ഡിഷാണ് ഇത്. അതിനായിട്ട് ഇതെല്ലാം നമ്മൾ നല്ലപോലെ അരിഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് ഈ അരിഞ്ഞു വെച്ച മാങ്ങായും കുറച്ച് ഈ സവാളയും ഇതെല്ലാം കൂടെ ഈ ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഇടുന്നത് ഒരു 2 സ്പൂൺ മുളക് പൊടി. നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ആഡ് ചെയ്താൽ മതി. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. 2 സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്ത് ഇതെല്ലാം നമ്മൾ കൈ വെച്ച് നല്ലപോലെ തിരുമ്മി ഉടച്ചെടുക്കണം. കറിവേപ്പില ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ കറിവേപ്പില ഇടാൻ മറന്നു പോയതാണ്. കറിവേപ്പില ഇട്ടാൽ ഒന്നും കൂടെ ടേസ്റ്റി ആയിരിക്കും. അത്രയ്ക്ക് അടിപൊളി റെസിപ്പി. നിങ്ങൾ ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഇത് ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. ഇപ്പൊ നമ്മള് സവാളയും പഴുത്ത മാങ്ങയും എല്ലാം നല്ലപോലെ ഞെരടി ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തെടുത്താണ്ടല്ലോ അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന്റെ എന്ത് പേരിട്ട് വിളിക്കണമെന്ന് എനിക്ക് അറിയത്തില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് വിളിക്കാം. ഇത് വീട്ടിൽ അമ്മ ഉണ്ടാക്കുന്ന റെസിപ്പി ആട്ടോ. ഞങ്ങൾക്കൊക്കെ ഫേവറേറ്റ് ആയത്. നല്ല ചൂട് ചോറിന്റെ കൂടെ നമുക്ക് വേറെ കറിയൊന്നും വേണ്ട ഇതുണ്ടെങ്കിൽ. പിന്നെ ഒരു മീൻ വറുത്തം കൂടെ ഇതിന്റെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട, അടിപൊളിയാ. അപ്പൊ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പൊ ബൈ.